Welcome to BSc Main Physics, Semester 5, Paper 2, Statistical Physics, Research Methodology and Disaster Management, Unit number 3, Error Analysis, Semester 5, BSc Main Physics. Today, we see basic idea of error measurement. Basic idea of error measurement, that is the topic of discussion today. Class number S26. For semester 5, paper 2, BSc Main Physics in the class number 26 ആണ് error analysis unit 3. അതിലെ basic idea of error measurement. Basic idea of error measurement അതാണ് ഇന്ന് പറയുന്നത്. So we can see what is the meaning of error. Error measurement. എറർ എന്ന് പറഞ്ഞാൽ അതിൽ പിശക് എന്നൊക്കെ പറയും. പിശക് ഒരു അളവ് എടുക്കുമ്പോൾ അതിനകത്ത് ഉണ്ടാകുന്ന വ്യത്യാസം പിശകിനെ വിളിക്കുന്ന പേരാണ് എറർ എന്ന് പറയുന്നത്. ബേസിക് ഐഡിയ ഓഫ് എറർ മെഷർമെൻറ്റ്. ഇൻ ഫിസിക്സ്, മെഷർമെൻറ്റ് ഈസ് ദി മെയിൻ പാർട്ട് ഓഫ് എനി എക്സ്പെരിമെൻറ്റ്. ദ റിസൾട്ട് ഓഫ് എനി മെഷർമെൻറ്റ് ബൈ എനിബഡി യൂസിങ് എനി ഇൻസ്ട്രുമെൻറ്റ് ഡെഫിനറ്റ്ലി ഇൻവോൾവ്സ് some uncertainty or inaccuracy. This uncertainty may be called error. In physics, measurement is the main part of any experiment. The result of any measurement by anybody using any instrument definitely involves some uncertainty or inaccuracy. This uncertainty may be called error. ഇപ്പോൾ ഫിസിക്സിനകത്ത് നമ്മൾ പരീക്ഷണങ്ങൾ ഒരുപാട് ചെയ്യാറുണ്ട്. കാലിപ്പേഴ്സ്, സ്ക്രൂ ഗേജ്, അങ്ങനെ ഒത്തിരി. ബട്ട് സിമ്പിൾ പെന്നെല്ലാം അവിടെ നമ്മൾ സ്റ്റോപ്പ് വാച്ചൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ലെങ്ത്, ടൈം പോലെയുള്ള ക്വാണ്ടിറ്റികൾ മാസൊക്കെ അളക്കാറുണ്ട്. ഈ മാസൊക്കെ അളക്കുമ്പോൾ പല കാരണങ്ങളാൽ പിശക് സംഭവിക്കും. അളവുകളിൽ ഒരു ഇനാക്യുറസി ഉണ്ടാകും, അല്ലെങ്കിൽ അൺസർട്ടനിറ്റി ഉണ്ടാകും. അതിനെയാണ് നമ്മൾ എറർ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുക. എറർ ഇൻ ദ റിസൾട്ട് ഓഫ് എനി മെഷർമെൻറ്റ് ബൈ എനിബഡി യൂസിങ് എനി ഇൻസ്ട്രുമെൻറ്റ്, കാലിപ്പേഴ്സ്, definitely spelling correct here, definitely involves some uncertainty or inaccuracy. This uncertainty may be called error. ഇവിടെ ലാസ്റ്റ് സെൻറ്റൻസ് നോക്കുക. ദിസ് അൺസർട്ടനിറ്റി മേ ബി കോൾഡ്, ഈസ് കോൾഡ് നമ്മൾ പറയുന്നില്ല, മേ ബി കോൾഡ് അങ്ങനെ വിളിക്കാം. പക്ഷേ അൺസർട്ടനിറ്റിയും എററും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ഈ ക്ലാസ്സിൻ്റെ അവസാനം നമ്മൾ പറയുന്നതാണ്. ആക്ച്വലി അൺസർട്ടനിറ്റി, അതിൻ്റെ അവ്യക്തത, ഈ കൃത്യത ഇല്ലായ്മ, അത് എറർ ആയിട്ട് നമ്മൾ സിനോണിമസ് ആയിട്ട് പറയുമെങ്കിൽ അവ തമ്മിൽ വ്യത്യാസമുണ്ട്. അൺസർട്ടനിറ്റി ഈസ് നോട്ട് എറർ. ചിലപ്പോൾ അങ്ങനെ വിളിക്കാം, ദിസ് അൺസർട്ടനിറ്റി മേ ബി കോൾഡ് എറർ, ബട്ട് ദർ ഇസ് എ ഡിഫറൻസ് ദാറ്റ് വി ക്യാൻ സീ. അപ്പോൾ ഏത് അളവ് എടുക്കുമ്പോഴും ആ ഉപകരണത്തിൻ്റെ കുഴപ്പം, അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യത്യാസം, അല്ലെങ്കിൽ ചെയ്യുന്ന ആളിൻ്റെ കോൺസെൻട്രേഷൻ കുറവ്, ഇതുമൂലം എടുക്കുന്ന അളവിൽ ചെറിയ വ്യത്യാസമുണ്ടാകാം. ആ വ്യത്യാസത്തെ നമ്മൾ അൺസർട്ടനിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ ഇനാക്യുറസി എന്ന് പറയും. ഇതിനെ വേണമെങ്കിൽ എറർ എന്ന് നമുക്ക് പറയാം. എറർ ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ മെഷേർഡ് വാല്യൂ ആൻഡ് ട്രൂ വാല്യൂ ഓഫ് എ ക്വാണ്ടിറ്റി. എറർ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മെഷേർഡ് വാല്യൂ ആൻഡ് ട്രൂ വാല്യൂ ഓഫ് എ ക്വാണ്ടിറ്റി. Error is not a mistake or a blunder, but it is only a kind of slight imprecision. Both the terms error and uncertainty refer to lack of precision in measurements. They are unavoidable. Error is the difference between the measured value and the true value of a quantity. ഒരു ക്വാണ്ടിറ്റിയുടെ, ഇപ്പോൾ മാസ്, ഒരു വസ്തുവിൻ്റെ മാസ് നമ്മൾ പറയാം 10.23 ഗ്രാം. അത് ആക്ച്വൽ മാസം വിചാരിക്കുക 10.23 ഗ്രാം. നമ്മൾ തൂക്കി നോക്കുമ്പോൾ 10.24 ഗ്രാം എന്ന് കണ്ടു. അപ്പോൾ 0.01 ഗ്രാമിന് വ്യത്യാസം വരും. ആ വ്യത്യാസത്തെ എറർ എന്ന് പറയും. ഒരു വസ്തു നമ്മൾ അത് യഥാർത്ഥ തൂക്കം 10.23 ഗ്രാം എന്ന് വിചാരിക്കുക. മെഷർ ചെയ്യുമ്പോൾ നമുക്ക് 10 നമ്മൾ തൂക്കിയെടുത്തപ്പോൾ 10.24 എന്ന് ഒരു ബാലൻസ് കാണിച്ചു. അപ്പോൾ അവിടെ പിശക് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എറർ എത്രയെന്ന് ചോദിച്ചാൽ 10.24 മൈനസ് 10.23 ഈക്വൽ 0.01 ഗ്രാം. അങ്ങനെ പറയും നമ്മൾ. എറർ ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദ മെഷർഡ് വാല്യൂ ആൻഡ് ദ ട്രൂ വാല്യൂ ഓഫ് എ ക്വാണ്ടിറ്റി. Error is not a mistake.
എറർ ഒരു മിസ്റ്റേക്കായിട്ട് കരുതാൻ പറ്റത്തില്ല, കാരണം അതൊരു ഇൻസ്ട്രുമെൻറ്റിൻ്റെയൊക്കെ പ്രത്യേകതയാണല്ലോ. ഓർ ബ്ലണ്ടർ പൊട്ടത്തരാണെന്ന് പറയാൻ പറ്റത്തില്ല. ബട്ട് ഇറ്റ് ഈസ് ഓൺലി എ കൈൻഡ് ഓഫ് സ്ലൈറ്റ് ഇംപ്രസിഷൻ. ആ തൂക്കമെടുത്തതിൽ, ലെങ്ത് അളക്കുന്നതിൽ, ടൈം അളക്കുന്നതിൽ ഒരു കൃത്യതയില്ലായ്മ, അതാണ് എറർ എന്ന് പറയുന്നത്. ബോത്ത് ദ ടേംസ് എറർ ആൻഡ് അൺസർട്ടനിറ്റി റെഫർ ടു ലാക്ക് ഓഫ് പ്രിസിഷൻ ഇൻ മെഷർമെൻറ്റ്സ്. ഈ രണ്ട് ടേമും ഇപ്പോൾ എറർ അൺസർട്ടനിറ്റി ഡിഫറൻറ്റ് മീനിങ് ആണ്. അവ ഏറെക്കുറെ തുല്യമാണെന്ന് പറയുമെങ്കിലും ചെറിയ വ്യത്യാസമുണ്ട്, അത് ഞാൻ പറയാം. എറർ ആൻഡ് അൺസർട്ടനിറ്റി റെഫർ ടു ലാക്ക് ഓഫ് പ്രിസിഷൻ. അപ്പോൾ ഈ അളവിൻ്റെ കൃത്യതയിലെ ഒരു കുറവ്, അതിനെയാണ് നമ്മൾ ഈ എറർ എന്ന് പറയുന്നത്. ദേ ആർ അൺഅവോയ്ഡബിൾ. ഈ അൺസർട്ടനിറ്റി അല്ലെങ്കിൽ എറർ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ്. കൃത്യമായിട്ടുള്ളൊരു ഉപകരണമൊക്കെ കിട്ടുക പ്രയാസമാണ്. പിന്നെ അടുത്തൊരു സ്റ്റെപ്പ് ട്രൂ വാല്യൂ, മെഷേർഡ് വാല്യൂ. ട്രൂ വാല്യൂ, മെഷേർഡ് വാല്യൂ തമ്മിൽ വ്യത്യാസമാണല്ലോ എറർ എന്ന് പറയുന്നത്. Any physical quantity has a definite value. It is called the actual value, true value. When the quantity is measured using an instrument, the value obtained is the measured value. The difference between the true value and the measured value determines the accuracy of measurement. Any physical quantity has a definite value. ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് ഒരു പ്രത്യേക വാല്യൂ ഉണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ആക്ച്വൽ വാല്യൂ അല്ലെങ്കിൽ ട്രൂ വാല്യൂ. വെൻ ദ ക്വാണ്ടിറ്റി ഈസ് മെഷേർഡ് യൂസിങ് എൻ ഇൻസ്ട്രുമെൻറ്റ്, ദ വാല്യൂ ഒബ്റ്റൈൻഡ് ഈസ് കോൾഡ് ദി മെഷേർഡ് വാല്യൂ. ഒരു ഉപകരണം കൊണ്ട് നമ്മൾ ഇത് അളക്കുമ്പോൾ കിട്ടുന്നതാണ് മെഷേർഡ് വാല്യൂ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ട്രൂ വാല്യൂ ആൻഡ് ദ മെഷേർഡ് വാല്യൂ ഡിറ്റർമിൻസ് ദി ആക്യുറസി ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ ഈ മെഷേർഡ് വാല്യൂവും ട്രൂ വാല്യൂ എന്നുള്ള വ്യത്യാസം, അത് എററാണ്. ഈ എററാണ് ഈ നമ്മുടെ മെഷർമെൻറ്റിൻ്റെ ആക്യുറസിയെ തീരുമാനിക്കുന്നത്. If the measured value is close to the true value, measurement is said to be rather accurate. Measured value, true value ഒരുപോലെ വന്നാൽ accurate measurement എന്ന് പറയും. The resolution or deviation or difference between the two tells about the precision of the measurement. ഇപ്പോൾ മെഷേർഡ് വാല്യൂ, ട്രൂ വാല്യൂ തമ്മിലുള്ള വ്യത്യാസം, അതാണ് നമ്മുടെ അളവിൻ്റെ കൃത്യത സൂചിപ്പിക്കുന്നത്. പ്രിസിഷൻ നമ്മുടെ കൃത്യത എന്നർത്ഥം. അപ്പോൾ നമ്മൾ ട്രൂ വാല്യൂ കാണാനായിട്ട് ഒരു ടെക്നിക്കുണ്ട്. അല്ലെങ്കിൽ മെഷേർഡ് വാല്യൂ എടുക്കും, അല്ലെങ്കിൽ പ്രാവശ്യം ഈ ലെങ്ത് അല്ലെങ്കിൽ മാസൊക്കെ മെഷർ ചെയ്തിട്ട് ആവറേജ് എടുക്കുന്നതാണ് അരിത്തമെറ്റിക് മീൻ. അരിത്തമെറ്റിക് മീനിനെയാണ് നമ്മൾ ട്രൂ വാല്യൂ എന്ന് പരിഗണിക്കാറുള്ളത്. അപ്പോൾ ഇന്ന് അരിത്തമെറ്റിക് മീൻ നോക്കാം നമുക്ക്. എ എം എന്ന് പറയും. എ എം അരിത്തമെറ്റിക് മീൻ. Arithmetic mean will be close to the true value of a physical quantity. Hence, arithmetic mean is usually taken as a true value. If A1, A2, A3, etc. An are the measured values of a physical quantity, then arithmetic mean of these quantities is given by A bar is equal to A1 plus A2 plus A3 plus etc. plus An all by n. അപ്പോൾ ഈ നമ്മൾ ഏത് അളവ് അളക്കുമ്പോഴും ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെയൊക്കെ ഈ പോരായ്മ മൂലം, അതിൻ്റെയൊക്കെ ലിമിറ്റേഷൻ മൂലം നമുക്ക് ട്രൂ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതിന് ട്രൂ വാല്യൂ കാണുന്ന ഒരു മെത്തേഡ് നമ്മളതിൻ്റെ അരിത്തമെറ്റിക് മീൻ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരേ അളവ് തന്നെ അനേകം പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കണ്ടുപിടിക്കും. നമ്മൾ അനേകം പ്രാവശ്യം ആവർത്തിച്ച് കണ്ടുപിടിച്ചിട്ട് അതിൽ ശരാശരി എടുക്കുന്ന അരിത്തമെറ്റിക് മീൻ. ഈ അരിത്തമെറ്റിക് മീനിനെയാണ് നമ്മൾ ട്രൂ വാല്യൂ ആയിട്ട് സാധാരണ പരിഗണിക്കാറുള്ളത്. Arithmetic mean will be close to the true value of a physical quantity. Arithmetic mean ട്രൂ വാല്യൂവിനോട് അടുത്ത് നിൽക്കും. അതൊക്കെ അത് ട്രൂ വാല്യൂ ആയിട്ട് എടുക്കുക. Here is arithmetic mean is usually taken as a true value. If A1, A2, A3, etc. An are the measured values of a physical quantity, then arithmetic mean of these quantities given by A is A1 plus A2 plus A3 plus etc. plus An all by n. ആ അരിത്തമെറ്റിക് മീനാണ് നമ്മൾ ട്രൂ വാല്യൂ ആയിട്ട് പരിഗണിക്കുന്നത്. A1, A2, A3 എക്സെട്ര An എന്ന് പറയുന്നത് ഒരളവിൻ്റെ n ടൈംസ് നമ്മൾ കണ്ടുപിടിച്ച വാല്യൂസ് ആണെങ്കിൽ എ ബാർ അല്ലെങ്കിൽ എ മീൻ എന്ന് പറയുന്നത് ഇവയെല്ലാം കൂട്ടിയിട്ട് n കൊണ്ട് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്.
ഇപ്പോൾ ലെങ്ത് 10.1, 10.2, 10.0 ഇങ്ങനെ കിട്ടിയാൽ അവയെല്ലാം കൂട്ടിയുടെ എണ്ണം കൊണ്ട് ഹരിക്കുക. അതിനെയാണ് അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത്. അത് ട്രൂ വാല്യൂ ആയിട്ട് നമ്മൾ പരിഗണിക്കാറുണ്ട്. ഇത് നമുക്ക് ഈ അൺസർട്ടനിറ്റിയും എററും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണെന്ന് പറയാം. രണ്ടും സിനോണിമസ് ആയിട്ട് ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ടെങ്കിലും അവ തമ്മിൽ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. അൺസർട്ടനിറ്റി ഓഫ് മെഷർമെൻറ്റ്, അൺസർട്ടനിറ്റി, അതായത് കൃത്യതയില്ലായ്മ പറയും. അവ്യക്തത, എന്തുമാത്രം അളവിൽ വ്യത്യാസമുണ്ട്, സേർട്ടനല്ലാത്ത അവസ്ഥ. അൺസർട്ടനിറ്റി സ്പെല്ലിംഗ് നോക്കുക, UNCRTINTY ആണ്, എൻ കഴിഞ്ഞിട്ട് ഐ ഇല്ല. Uncertainty of a measured value is an interval around that value such that any repetition of the measurement will produce a new result that lies within this interval. Uncertainty of a measured value is an interval around that value such that any repetition of the measurement will produce a new result that lies within this interval. Uncertainty of measured value is an interval of values. ഒരു പ്രത്യേക വാല്യൂസിന് ഒരു ഇൻ്റർവെല്ലാണ്. Around that value such that any repetition of the measurement will produce a new result that lies within the interval. പറഞ്ഞ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഇപ്പം നമ്മളിപ്പോൾ ഒരു സ്കെയിൽ ഉപയോഗിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് ബോക്സിൽ ഒരു സ്കെയിൽ ഉപയോഗിച്ച് ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് ലെങ്ത് അളക്കുകയാണ്. ആ മീറ്റർ സ്കെയിലിൽ അളക്കാവുന്ന ഏറ്റവും ചെറിയ വാല്യൂ 1 മില്ലിമീറ്ററാണ്, അല്ലെങ്കിൽ 0.1 സെൻറ്റിമീറ്ററാണ്. അതിനാണ് മീറ്റർ സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ലീസ്റ്റ് കൗണ്ട് എററിൻ്റെ ഒരു മെഷർമെൻറ്റാണ്. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് ഒരു മീറ്റർ സ്കെയിലുണ്ടത് 0.1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1 മില്ലിമീറ്റർ. അതിൻ്റെ പകുതിയാണ് നമ്മൾ മാക്സിമം എററായിട്ട് എടുക്കുക. ലീസ്റ്റ് കൗണ്ടിൻ്റെ ഇപ്പോൾ 0.1 സെൻറ്റിമീറ്റർ ലീസ്റ്റ് കൗണ്ടാണെങ്കിൽ അതിൻ്റെ പകുതി 0.05 സെൻറ്റിമീറ്റർ. അതാണ് നമ്മൾ മാക്സിമം പോസിബിൾ എററായിട്ട് എടുക്കുക. അപ്പോൾ ഈ അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ ഏതളവെടുത്താലും ഈ 0.05 എന്നുള്ളതിൽ ഉള്ളിൽ നിൽക്കണം. അതാണ് അൺസർട്ടനിറ്റി കാണിക്കുന്നത്. ഒരിക്കലും പുറത്തു പോകാൻ പാടില്ല. ആ മാക്സിമം പോസിബിൾ അൺസർട്ടനിറ്റി ആണ് മാക്സിമം പോസിബിൾ അൺസർട്ടനിറ്റി. അതിനെ നമ്മൾ ലിസ്റ്റ് കൊണ്ടെന്ന് പറയും. ഏതളവെടുത്താലും ആ റേഞ്ചിൽ നിൽക്കണം. ഉദാഹരണത്തിന് ഇപ്പോൾ 10.2 ആണ് ഒരു റോഡിൻ്റെ ലെങ്ത് എന്ന് വിചാരിക്കുക. 10.2 അല്ലെങ്കിൽ 10 എന്ന് വിചാരിക്കുക. 10 ആണ് ഒരു ലെങ്തിൻ്റെ റോഡെന്ന് വിചാരിക്കുക. അതൊരു 10 സെൻറ്റിമീറ്റർ. അതൊരു സ്കെയിൽ വെച്ച് ഇളക്കുമ്പോൾ അതിൽ വരാവുന്ന എറർ 0.1 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ മാക്സിമം എറർ 0.1 സെൻറ്റിമീറ്റർ ആകുമ്പോൾ നമുക്ക് ഉത്തരം 10.1 വരെ പോകാം, അല്ലെങ്കിൽ 9.9 വരെ പോകാം. ആ റേഞ്ചിനെ വിളിക്കുന്ന അൺസർട്ടനിറ്റി. നമ്മൾ ഏതളവെടുത്താലും ഈ 9.9നും ഈ 10.1 ഇൻ്റർവെലിന് ഇടയ്ക്ക് കിട്ടും. ആ ഇൻ്റർവെലിനെ വിളിക്കുന്ന പേരാണ്, ആ ഇൻ്റർവെലിനകത്ത് ആണ് വാല്യൂസ് വരുന്നത്. അപ്പോൾ ഈ ഇൻ്റർവെൽ, അതിനാണ് അൺസർട്ടനിറ്റി പറയുന്നത്. അൺസർട്ടനിറ്റി ഓഫ് എ മെഷർഡ് വാല്യൂ ഈസ് എ ഇൻ്റർവെൽ around that value such that any repetition of the measurement will produce a new result that lies within this interval. അപ്പോൾ ഈ അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർവൽ ഓഫ് വാല്യൂസാണ്. അപ്പോൾ 10 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു റോഡ് ഒരു സ്കെയിൽ വെച്ച് അളന്നാൽ അതിൻ്റെ എറർ ഇപ്പോൾ ലിസ്റ്റ് കൊണ്ട് 0.1 ആണല്ലോ. അപ്പോൾ എറർ മാക്സിമം പോസിബിൾ എറർ 0.05 ആണ്. 0.0 അങ്ങനെ കറക്റ്റ് ചെയ്യണം. അപ്പോൾ മാക്സിമം 10.05 വരാം, അല്ലെങ്കിൽ 9.95 വരാം. ആ വ്യത്യാസം അതിനെയാണ് അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. എല്ലാ അളവും അതിനുള്ളിൽ കിടക്കും. Error and uncertainty are two complementary but distinct aspects of characterization measurement. അപ്പോൾ എററും അൺസർട്ടനിറ്റിയും പരസ്പരം പൂരകമായിട്ടുള്ള രണ്ട് അളവുകളാണ്, എന്നാൽ വ്യത്യസ്തമാണ്, ഡിസ്റ്റിങ്റ്റാണ്. അതിൻ്റെ ആ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ, ഈ മെഷർമെൻറ്റിൻ്റെ രീതി വെച്ച് നോക്കുമ്പോൾ എററും
അൺസർട്ടനിറ്റിയും പരസ്പരം പൂരകമാണെങ്കിലും വ്യത്യാസമുണ്ട്. എറർ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ മെഷർമെൻറ്റ് റിസൾട്ട് ആൻഡ് വാല്യൂ ഓഫ് ദി മെഷറൻറ്റ്. ഇപ്പോൾ 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമ്മൾ അളക്കുമ്പോൾ 10.04 കിട്ടിയാൽ 0.5 വരെ പോകാം, അതൊക്കെ 9.95 വരെ താഴെ, അത് അൺസർട്ടനിറ്റിയാണ്. അപ്പോൾ നമ്മൾ 10 സെൻറ്റിമീറ്റർ റോഡ് അളന്നപ്പോൾ 10.04 കിട്ടിയെങ്കിൽ ആ 0.04 വിളിക്കുന്ന പേരാണ് എറർ. എറർ ഒരു പ്രത്യേക വാല്യൂവിന് പ്രത്യേക മെഷർമെൻറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൽ മാക്സിമം 10.05 വരെ വരാം, മിനിമം 9.95 വരെ വരാം. ഇപ്പോൾ നമ്മൾ അളക്കുമ്പോൾ 10.02 എന്ന് കിട്ടിയാൽ 0.02 ആണ് എറർ. മാക്സിമം പോസിബിൾ എററാണ് 0.05. അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ ഈ കീഴ്പോട്ട് നമുക്ക് 0.05 താഴാം, എപ്പോട്ട് 0.05 പൊങ്ങാം. ആ ഡിഫറൻസ് അതിന് നമ്മൾ അൺസർട്ടനിറ്റി എന്ന് പറയും. അപ്പോൾ നോക്കിയേ, ഒന്നുകൂടി നമുക്ക് നോക്കാം. എറർ ആൻഡ് അൺസർട്ടനിറ്റി ആർ ടു possible complementary but distinct aspects of the characterization of measurements. Error is the difference between a measurement result and the value of the measurement. അപ്പോൾ നമ്മൾ അളന്ന വസ്തുവിൻ്റെ ആ ട്രൂ ലെങ്ത് മെഷേർഡ് ലെങ്ത് വ്യത്യാസം. ഇപ്പോൾ 10 ആണ് ട്രൂ ലെങ്ത് എങ്കിൽ മെഷേർഡ് ലെങ്ത് 10.04 ആണെങ്കിൽ 0.04 സെൻറ്റിമീറ്റർ എററാണ്. While uncertainty describes the reliability of the assertion that the stated measurement result represents the value of the measurement. Uncertainty എന്ന് പറഞ്ഞാൽ നമ്മൾ അളക്കുമ്പോൾ ലെങ്ത് എപ്പോഴും 10.05ൻ്റെയും 9.95 എന്നുള്ള ഇൻ്റർവൽ ഇടയ്ക്കും. ആ 10.01 ആകാം, 10.02 ആകാം, അല്ലെങ്കിൽ 9.98 ആകാം, 9.97 ആകാം. ആ റേഞ്ചിൽ വരുന്ന ആ വ്യത്യാസങ്ങൾ അതിനെയാണ് നമ്മൾ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. മാക്സിമം പോസിബിൾ എറർ, അപ്പോൾ അൺസർട്ടനിറ്റി പോസിബിൾ എററാണ്. ഈ റേഞ്ചിനുള്ളിൽ ഏത് വേണമെങ്കിലും വരാം. മാക്സിമം പോസിബിൾ എററിനെ വിളിക്കുന്ന പേര് ലീസ്റ്റ് കൗണ്ട്. ഇപ്പോൾ മാക്സിമം പോസിബിൾ എററിൻ്റെ ആ മുകളിലത്തെ വാല്യൂയും താഴത്തെ വാല്യൂയും അവയ്ക്കിടയ്ക്ക് ഏത് വാല്യൂയും വരാം. അപ്പോൾ ഈ റേഞ്ചിനെ, ഈ ഇൻ്റർവെല്ലിനെ വിളിക്കുന്ന പേരാണ് അൺസർട്ടനിറ്റി. അപ്പോൾ ഒന്നുകൂടി അത് വായിച്ച് മനസ്സിലാക്കുക. അത് രണ്ടും നമുക്കൊന്നുകൂടി നോക്കാം. ഒരു ചെറിയ ഡിഫറൻസാണ് പറയുന്നത്. അൺസർട്ടനിറ്റി മെഷർമെൻറ്റ്. Uncertainty of a measured value is an interval around that value such that any repetition of the measurement will produce a new result that lies within this interval. Error and uncertainty are two complementary but distinct aspects of the characterization of measurements. Error is the difference between the measurement result and the value of the measurement, true value, measured value വ്യത്യാസം. While uncertainty describes the reliability of the assertion, ഇപ്പോൾ ഇന്ന വാല്യൂവിനുള്ളിൽ വരും, assertion that the stated measurement result represents the value of the measurand. അപ്പോൾ ഇതിൽ നിന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസാണ്, ദ പോസിബിൾ ക്വസ്റ്റ്യൻസാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. Questions: give the basic idea of error measurement. Number 2, what is arithmetic mean of a physical quantity? Number 3, distinguish between error and uncertainty. That is all with your 26th lecture on paper 2 semester 5. Thank you very much.